പഞ്ചായത്തിൽ ശുദ്ധജലം കുടിവെള്ളമായി ലഭ്യമായിട്ട് മാസങ്ങൾ. മലിനജലം ഉപയോഗിക്കുന്നതിലൂടെ ഒരു പ്രദേശമാകെ രോഗികളാവുകയാണ്. വൻതുക ചെലവാക്കി ജലസംഭരണി സ്ഥാപിച്ചിട്ടും ഇതുവരെയും വീടുകളിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാരുടെ പരാതി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ചേരുന്നു. ദേവൻ, കുടിവെള്ള വിതരണത്തിന്, ശുദ്ധമായ കുടിവെള്ള വിതരണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ് അവിടെ? ലക്ഷ്മി, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുപ്പിയിലെ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ഈ നാട്ടുകാർ കഴിഞ്ഞ 4 മാസങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലാകെ ഉള്ള ഒരു പ്രധാന പ്രതിസന്ധിയായി ഇത് മാറിയിരിക്കുകയാണ്. ശുദ്ധമായ കുടിവെള്ളം ഇവർക്ക് ആർക്കും തന്നെ ലഭ്യമാകുന്നില്ല. അതിൻ്റെ ഓരോ പദ്ധതികൾ കാട്ടൂർ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ച് കോടികളുടെ പദ്ധതികൾ ഒരു വശത്ത് നടക്കുമ്പോൾ പോലും പദ്ധതികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്, പക്ഷേ കുടിവെള്ളം ഇവർക്കാർക്കും ലഭ്യമാകുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവം. നമുക്കിത് സംബന്ധിച്ച് ഇവിടെയുള്ള ആൾക്കാരുടെ തന്നെ പ്രതികരണങ്ങൾ ചോദിച്ചു നോക്കാം. ഇപ്പോൾ എത്ര മാസമായി ഇങ്ങനെ വെള്ളം കിട്ടാറായിട്ട്? നമുക്ക് 2 വർഷത്തോളം ഇങ്ങനെ വെള്ളം ഇല്ലാതെയായിട്ട്, പിന്നെ കുറേശ്ശെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇതുപോലെ തന്നെയുള്ള കളർ വെള്ളം നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് കുളിക്കാനില്ല, അലക്കാനില്ല, പിന്നെ കുടിക്കാനില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അടുക്കളയിലെ ആവശ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ആവശ്യത്തിന് ഞങ്ങൾ മേടിക്കും. അടുക്കളയിലെ ആവശ്യത്തിന് കുപ്പിവെള്ളം വാങ്ങിക്കും. 6 പ്ലാന്റിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 20 രൂപയാണ്. പിന്നെ 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ, ഒരു കുപ്പിക്ക് 20 രൂപ. 120 രൂപയുടെ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വെള്ളം ഇല്ലാതെ വന്നിട്ടാണ് പഞ്ചായത്തിൻ്റെ ഇങ്ങനെ പോയി പൈപ്പ് കണക്ഷനൊക്കെ ഞങ്ങൾക്ക് കിട്ടി വെള്ളം തന്നിട്ട് ഇതാണ് അവസ്ഥ. ഈ കഴിഞ്ഞ ഇലക്ഷൻ പ്രമാണിച്ചാണ് അവരെ ഈ ടാങ്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആയിരിക്കുന്ന ടാങ്ക് കണ്ട അത് കൊണ്ടുവന്ന് വെച്ചിട്ട് 1 മാസത്തിന് കഷ്ടിച്ചാണ് ഞങ്ങൾക്ക് ആ വെള്ളം, നല്ല വെള്ളം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തന്നത്. പിന്നെ കൊണ്ടുവന്ന് വെള്ളം പായിൽ പച്ച കളറായിരുന്നു. ആർക്കും ഉപയോഗിക്കാനും പറ്റത്തില്ല, ഒരു കാരണവശാലും ആയിലൊഴിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ടെന്ന് ആ വെള്ളം തന്നെ അവർ കൊണ്ടുവന്ന് തന്നില്ല. അപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ. പിന്നെ ഇതുവരെ ഇപ്പം 4 വർഷമായിട്ട് പിന്നെ വെള്ളം ഇല്ലാതെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം കുട്ടികളടക്കം ഉണ്ട്. അപ്പം ഇവർക്കെല്ലാം ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? മിക്ക കുഞ്ഞുങ്ങൾക്കും ഈ വെള്ളം വായിൽ കൊള്ളുന്ന കാരണം പല്ല് പൊടിഞ്ഞു പോകുന്നുണ്ട്. അത് കാരണം അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ വെള്ളം കൊടുത്തു. നമ്മൾ ബോട്ടിൽ കൊടുത്തുകൊണ്ട വെള്ളം സ്കൂളുകാർ കൊടുക്കത്തില്ല. വെള്ളം ഉപയോഗിച്ചിട്ട് പല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖം വരുന്നുണ്ടോ? ഉണ്ട്. മിക്ക കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിട്ടുണ്ട് ഡോക്ടറുടെ. അപ്പം നമ്മൾ ബോട്ടിൽ കൊടുത്തുകൊണ്ട വെള്ളം അവർ സ്കൂളുകാർ കമത്തി കളഞ്ഞിട്ട് അവരുടെ സ്കൂളിലെ വെള്ളമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ വെള്ളത്തിലാണ് ഞങ്ങൾ പിന്നെ 4 മാസമായിട്ട് കുഞ്ഞുങ്ങൾ കുളിക്കുക. ഇതെല്ലാം നമുക്ക് എപ്പോഴും വായിലൊഴിക്കാനായിട്ട് നമുക്ക് മിനറൽ വാട്ടർ എടുത്ത് വായിലൊഴിക്കാൻ പറ്റുകയല്ല. കുഞ്ഞുങ്ങളുടെ പല്ല് വരെ പിന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. ലക്ഷ്മി, ഈ കാട്ടൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഏകദേശം 6 കോടി രൂപയുടെ ഒരു ജലവിതരണ സംഭരണി ഈ അടുത്ത് കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തന്നെ മന്ത്രി നേരിട്ടെത്തി ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയിരുന്നു. ഏകദേശം 38 കോടി രൂപയുടെ ഒരു ജലവിതരണ ശൃംഖലയുടെ ഒരു പദ്ധതിക്കും ഉദ്ഘാടനമെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതികളൊന്നും തന്നെ പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരെല്ലാവരും തന്നെ ഈ മേഖലയിൽ ഏകദേശം 40-50 വർഷത്തോളമായി താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വാട്ടർ കണക്ഷൻ്റെ ഒരു ബില്ല് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ മുന്നത്തെ മാസം എടുത്ത അതേ തന്നെയാണ് കഴിഞ്ഞ 2 മാസമായിട്ടുമുള്ളത്. അതായത് 2 മാസമായിട്ട് ഈ കുടിവെള്ള പൈപ്പുകൾ വിതരണത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. 285 ആയിരുന്നു മുന്നത്തെ റീഡിംഗ്. അതേ 285 തന്നെയാണ് ഈ 2-ാം മാസത്തെയും റീഡിംഗ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ആയപ്പോഴും അതേ റീഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. ബില്ല് കൃത്യമായി അവർക്ക് ലഭിക്കുന്നുണ്ട്. വെള്ളം ലഭിച്ചില്ലെങ്കിൽ കൂടിയും ഈ വീട്ടിലെ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. വിജയൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ വെള്ളം തന്നെയാണ് നമ്മൾ എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നത്. ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ എടുക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ വെള്ളം വേറെ കിട്ടാനില്ല. പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞ്. വെറുതെ ബില്ല് വരും, പിന്നെ വെള്ളം വരത്തില്ല. ഞങ്ങൾ പഞ്ചായത്ത് തോറും കയറി ഇറങ്ങി നടന്നിട്ടും ഒരു രക്ഷയില്ല. ഈ 2 പ്രാവശ്യം ഇവിടെ വന്ന് അന്വേഷിച്ച് എന്നിട്ടും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താ ഇപ്പോൾ അവർ പറയുന്നത്? ഇപ്പോൾ കുടിവെള്ളത്തിന് എന്ത് പരിഹാരമാണ് ഇപ്പോൾ പഞ്ചായത്ത് പറയുന്നത്? ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ വെള്ളം നിങ്ങൾക്ക് ഇവിടം വരെ കിട്ടാനായിട്ട് താമസം ഉണ്ടാവും. പിന്നെ ചേർത്തലയുടെ ആലപ്പുഴയുടെ അതിർത്തിയാണ്. അത് കാരണം പിന്നെ ജപ്പാൻ വെള്ളം തരാനായിട്ട് ഇപ്പോൾ നിവൃത്തിയില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് പലത് പറയുകയാണ്. ഏതായാലും മനുഷ്യർ തൊടാൻ പോലും മറയ്ക്കുന്ന വെള്ളമാണ് അവിടെയുള്ളവർ കുടിക്കുന്നത്. അധികൃതർ കണ്ണ് തുറന്ന് കാണേണ്ട കാഴ്ചയാണിത്. ദേവൻ MP ആണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.